ആ, ഇത് ഗുസ്തിക്കാരൻ ഉസലാംപെട്ടി മസ്താൻ ഫയൽവാൻ. ഇത് ബോക്സർ സലീം ഖാൻ, കരാട്ടെ ചാമ്പ്യൻ ചെന്നൈ ബ്രൂസ്ലി, സംഗീത വിദ്വാൻ തഞ്ചാവൂർ സുബ്ബയ്യ, ഇത് ഡാൻസ് ടീച്ചർ നടനശ്രീ നാട്യകലാക്ഷേത്രം സത്യവതി. അശോകനടിയാ മോനെ, വേഗം എഴുന്നേക്ക്. ഇതെന്നും വിളിക്കുന്ന പോലല്ല മോനെ. അശോക, ആരൊക്കെ വന്ന് നിൽക്കണ നോക്ക്. അശോക, 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 പറയുന്നത് നടക്കാൻ. എന്താ കാര്യം? ശ്രുതി ചേർത്ത് പാടുങ്കോ. ഭഗവാനെ രക്ഷിക്കണേ. ആഹാ, ഇതാരാ? ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ? എവിടെ കഴിയാൻ, കൊച്ചുതമ്പുരാട്ടിയുടെ ഓരോ തീരുമാനങ്ങളല്ലേ. വടിയടി, കത്തിക്കുത്ത്, കാളപ്പോര്, ഇതിന്റെയൊക്കെ മാഷന്മാരെ തിരക്കി രാവിലെ ആള് പോയിട്ടുണ്ട്. വൈകുന്നേരത്തിന് മുമ്പ് വരുമായിരിക്കും. ശ്രീദേവിക്ക് ദൈവങ്ങളുമായിട്ട് നല്ല അടുപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, പ്രത്യേകിച്ചും ഉടനെ തന്നെ നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം നടക്കണമെന്ന്. ഇപ്പൊ അതല്ലല്ലോ ഇവിടെ വിഷയം. പലവട്ടമായി ഞാൻ ശ്രദ്ധിക്കുന്നു, വിഷയം മാറ്റി സംസാരിക്കുന്ന കാര്യത്തിൽ ശ്രീദേവി കാട്ടുന്ന താല്പര്യം. ഇവിടെ ഞാൻ ആദ്യം വന്ന് കണ്ടതും എന്റെ മുറപ്പെണ്ണായി സങ്കല്പിച്ചതും ശ്രീദേവിയാണ്. കോടികളുടെ അധിപയായ പെൺകുട്ടിയുടെ വിനയം കണ്ട് ഞാൻ അതിശയിച്ചു. പിന്നെ യഥാർത്ഥ കോടീശ്വരിയെ കണ്ടിട്ടും ആദ്യം കണ്ട ആളെ മറക്കാൻ കഴിഞ്ഞില്ല. അറിയാതെ പറ്റിയൊരു പിഴവ്, അതങ്ങനെയൊന്നും മറന്നാ മതി. സത്യത്തിൽ നിങ്ങൾ മലയാളം പറയുമ്പോൾ ഞാൻ എന്റെ വീടിനെ കുറിച്ച് ഓർക്കും. അത്ര വ്യക്തമായ ഓർമ്മയൊന്നുമില്ല. നാട്ടിൽ നിന്ന് വരുന്നവരെ കാണുമ്പോഴും മലയാളം കേൾക്കുമ്പോഴും വെറുതെ തോന്നും വളരെ വേണ്ടപ്പെട്ടവരാണെന്ന്. അപ്പോ ഭാഷയോട് മാത്രമേ സ്നേഹമുള്ളൂ, അത് പറയുന്നവരോടില്ലല്ലേ? ഞാൻ വരുമ്പോ വേദന കൊണ്ട് കരയായിരുന്നു. എന്തു പറ്റി? കാലുവേദന എന്ന് പറഞ്ഞത്. അമ്മേ വേണ്ട, ഇപ്പോഴാ പറഞ്ഞത്, വിളിക്കണ്ട. ஸ்ரீதேவி, உன்னை எங்கெல்லாம் தேடுறது? எச்சக்கல நாயே, அங்க வந்து காற்று குடும்பம் கொடுக்க சொன்னா இங்க என்ன நீ செய்யற? உன்னை என்ன செய்யற பாரு. பாருங்க, பாடி. എന്താ മോനെ ഇത്? അമ്മ കിടന്നേ. പാവം കുട്ടിയാ. ശ്രീദേവി, മറന്നു വെച്ചതാ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ ശ്രീദേവി തല്ലുകൊണ്ടത്. പാവം ആങ്ങളയുടെ മകളുടെ സ്നേഹവും പരിചരണവും അനുഭവിക്കാൻ ആർത്തി പിടിച്ചു വന്നതാ എന്റെ അമ്മ. ഇങ്ങോട്ട് പോരാൻ സമ്മതിച്ചത് ഞാൻ ചെയ്തൊരു തെറ്റാ. പോണം, മടങ്ങിപ്പോണം. അതിന് തക്കോണം ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ എളുപ്പാ. പക്ഷേ ആരില്ലാതാവുന്നതിനേക്കാൾ നല്ലതാ ആരായാലും ഒരാൾ ഇവിടെ ഉണ്ടാവുന്നത്. തനിച്ചാകുമ്പോഴുണ്ടാവുന്ന വേദന അത് അനുഭവിച്ചാലേ മനസ്സിലാവൂ. പോട്ടെ, അമ്മ ഉറങ്ങിക്കാണില്ല.
பூபதி ஏய்யா, என்ன திமிரு இருந்தா நீ என் வீட்லயே சம்பந்தம் பேச வருவ? ஆவேசப்படாதீங்க முத்தச்சி. நான் நிறுத்தினாலும் சொந்தங்களை நிறுத்திட முடியுமா? என்ன, நான் கொஞ்சம் தூரத்து சொந்தம், அதனால அந்நியன் ஆயிருவனா? தூரத்து சொந்தம்னு சொல்லி எங்க கிட்ட மடிப்பிச்ச கேட்டியே, அத மறந்துட்டியா? இல்ல உன்னையும் குடும்பத்தையும் காப்பாத்தின கவுண்டர் நாயரை மறந்துட்டியா? ஆமா, அவர் எப்போ செத்து சுடுகாட்டுக்கு போயிட்டாரு. இன்னும் அவரை பத்தியே பேசிட்டு இருக்கிற. ഓഹോ കൗണ്ടർ നായർ മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു അല്ലേ? വീണ്ടും പോയി പഠിച്ചു വിട്ടാൻ. வாயா வக்கீலு, அப்ப என்னடானா எனக்கு திருட்டு பட்டம் கட்டி இந்த வீட்டை விட்டு வெளியே அனுப்பி என் வாழ்க்கையை கெடுத்த. இப்ப என்னடானா கவுண்டர் நாயர் சாகும் பொழுது தந்திரமா ஏதேதோ சொல்லி எழுத வச்சு அந்த உயிரை காட்டி என் புள்ள வாழ்க்கையை கெடுக்க பாக்குறியா? பூபதி, அப்பா, நான் தாலி கட்ட போறது ராஜவல்லிய, சம்மதம் கேட்க வேண்டியது அவகிட்ட தானே. இந்த கிழவி கிட்ட என்ன பேச்சு? டேய், ஒரு அடி எடுத்து வச்ச நடக்கிறதே வேற. ஏண்டா, என்ன தைரியம் இருந்தா என் எதிர்த்து நின்னு பேசுவேன்? வக்கீலே, இவரை கழுத்தை பிடிச்சு வெளியில தள்ள சொல்லு. கடவுளே, மங்களகரமா பேச வேண்டிய இந்த நேரத்துல அமங்கலமா பேசி காரியத்தை கெடுக்கிறீங்களே. താൻ ആരോടാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? ആദ്യം പുറത്തിറങ്ങാൻ. யோ, அதெல்லாம் அந்த காலம். பூபதி கவுண்டர் இப்ப நினைச்சா டெல்லி வரைக்கும் பேசுவாரு. ஏய், எதுக்குடா பெரிய பேச்செல்லாம் பேசிக்கிட்டு? முத்தச்சி, நடந்ததெல்லாம் மறந்துட்டு நடக்க போறத பாருங்க. இந்தாங்க, கட்டை வாங்கிக்கங்க. எடுத்துட்டு போடா. நான் ரொம்ப கடவுள் பக்தி உள்ளவன். என் மகன் தர்மராஜுக்கும் கவுண்டர் நாயர் மக ராஜவல்லிக்கும் முத்தச்சி கண்ணு முன்னாலேயே கல்யாணம் நடக்கும்.